ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും ഞാൻ സെയിം ഉരുളിയും സെയിം എണ്ണയും കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്നല്ലേ, നമ്മളൊരു കാന്താരി ചിക്കൻ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. എന്താ ഈ കാന്താരി ചിക്കൻ്റെ ഐഡിയ വന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കറി മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്പൈസി, നല്ല ടേസ്റ്റുമായിരുന്നേ. അപ്പോൾ അതൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എടുത്തതെന്ന് കാണിച്ചു തരാം. ഇതിൽ ഈ കാന്താരി ചിക്കൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും കാന്താരി ഇല്ല. ആക്ച്വലി ഞങ്ങൾ കഴിച്ചാലും കാന്താരി ഉണ്ടായിരുന്നില്ല, പകരം പച്ചമുളകായിരുന്നു. കഴിച്ചാലും പച്ചമുളക് തന്നെയാണ് കേട്ടോ മാക്സിമം കണ്ട്. കാന്താരി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ സവാള, പിന്നെ തക്കാളി ഞാൻ ഇപ്പം അരിഞ്ഞ് വെച്ചിട്ടില്ല കേട്ടോ, നമുക്കത് ഇടുന്ന സമയത്ത് അറിയാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ബാക്കി മസാലാസിന് ഇടുമ്പോൾ കാണിക്കാം കേട്ടോ. കോക്കനട്ട് ഓയിലിൻ്റെ കളറ് മാറിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല, കുറേ ദിവസം ഇരുന്നുകൊണ്ടായിരിക്കും അല്ലേ. ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നാക്കിയിട്ട് തട്ടി. ഓക്കെ, ഇനി അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമുക്കില്ലേ ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതെന്താണ് കളർ മാറിയെന്ന് അറിയില്ല ഓയിൽ. മേ ബി ഞാൻ കുറച്ച് ദിവസം അധികം വെക്കണോണ്ടായിരിക്കും. അത് കുറച്ച് ദിവസമായി ഇപ്പോൾ അതേ കോക്കനട്ട് ഓയിൽ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതോ ഇനി എൻ്റെ ഉരുളി കുറച്ച് ചൂടായതുകൊണ്ട് അതിലേക്ക് ഒഴിച്ചപ്പോൾ ആയതാണോ എന്നും അറിയില്ല. അപ്പോൾ സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരട്ടെ. നമുക്ക് മണം വരുന്നുണ്ട്, നല്ല പച്ചമുളക് പൊടി ഇട്ടപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ സോട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഓക്കെ, സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇങ്ങനെ നൈസിലായിരുന്നുകൊണ്ട് പെട്ടെന്ന് നമുക്കതൊന്ന് സോട്ട് ചെയ്ത് കിട്ടും കേട്ടോ. നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം, സോട്ട് ചെയ്യാനറിയാലോ എല്ലാവർക്കും ടിപ്സ് എല്ലാം. കുറച്ച് സോൾട്ട്, ഒരു പിഞ്ച് സോൾട്ട് ഇട്ടു. പിന്നെ അത് സോട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് അത് ക്ലിയർ ആയി കിട്ടും. ഓക്കെ, നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അപ്പം ഞാനിത് ഇങ്ങനെ നന്നായി സോട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. നമ്മൾ എല്ലാം ഒന്ന് സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. ഒനിയനെല്ലാം നമുക്കിത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യവും ഡിഫറെൻ്റായിട്ട് നമ്മളിങ്ങനെ ചിക്കൻ കറി ട്രൈ ചെയ്യുമ്പോൾ നല്ലതാണല്ലേ. നമുക്ക് ഡിഫറെൻ്റായിട്ട് കഴിച്ച് നോക്കാം. വീട്ടിലുള്ളവർക്കും ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ കൊടുക്കാം. സമയമൊന്നും കിട്ടാറില്ല, പക്ഷേ ഉള്ള സമയത്ത് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ എനിക്കിഷ്ടം. അപ്പം സത്യം പറഞ്ഞാൽ എന്തിനാ വീഡിയോസ് എടുത്ത് വയ്ക്കുന്നതെന്നറിയോ, ഞാനേ ജോലിക്ക് പോയി വരുമ്പോൾ ലേറ്റാകുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാക്കാതിരിക്കും. അപ്പം ഞാൻ ചോദിക്കും ഏട്ടനോടും ഉണ്ണിയോടും, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ? പറയാൻ നീ ഉണ്ടാക്കുക, നമുക്ക് ചെയ്യാൻ അറിയില്ല. അപ്പോൾ പിന്നെ വീഡിയോ ഉള്ളപ്പോൾ ഇനി ചെയ്യാൻ അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പം ഒരു ബാക്കപ്പായി നമ്മുടെ റെസിപ്പീസിൻ്റെയൊക്കെ. അത് കഴിഞ്ഞ് നമ്മളൊക്കെ കുറേ വയസ്സായിരിക്കുമ്പോൾ പറയില്ലേ, അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറി, അമ്മൂമ്മ ഉണ്ടാക്കിയിരുന്ന ചിക്കൻ കറി, ഇതൊക്കെ എല്ലാവരിലേക്കും എത്താൻ നല്ലതല്ലേ. നമ്മളൊക്കെ നമ്മളുടെ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്നത്, നമുക്കതൊക്കെ ഓർമ്മയിലുള്ളത് നമ്മൾ ചെയ്യണു. നമുക്കിപ്പോൾ അതൊന്ന് റെഫർ ചെയ്യാനൊന്നും എവിടെ ഇല്ലല്ലോ അല്ലേ. അപ്പം നമ്മളിതൊക്കെ ചെയ്തു വയ്ക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്ക് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമല്ലേ. അങ്ങനെ നമുക്ക് നല്ല കാര്യങ്ങൾക്കെല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം. ഇങ്ങനെ കുറേ പോസിറ്റീവ് സൈഡ് ഉണ്ട് അതിൻ്റെ. അപ്പം നമുക്ക് അങ്ങനത്തെ കുറേ പോസിറ്റീവ് സൈഡിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ മുന്നോട്ട്. അപ്പോൾ ഇപ്പം അത്യാവശ്യം നമുക്ക് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ടൊമാറ്റോ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അല്ലേ. ആക്ച്വലി ഇതിങ്ങനെ വഴറ്റി കിട്ടാനൊക്കെയാണ് സത്യം പറഞ്ഞാൽ സമയം കുറച്ചധികം പോവുക. പിന്നെ ഈസി അല്ലേ ചിക്കൻ കറി ഉണ്ടാക്കാൻ. ഞാൻ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ പറയുന്ന കേട്ടു, ഇങ്ങനത്തെ ബേസിക് മസാലാസില്ലേ അതെല്ലാം ഓൾറെഡി ചെയ്ത് വെക്കും ഇത്ര. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ കറികൾക്കും ബേസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിനകത്ത് എന്താണോ നമുക്ക് ആഡ് ചെയ്യേണ്ട, വെജിറ്റബിൾ ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും അത് അതിനകത്തേക്ക്
ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. കുറേ കാലം അത് ലാസ്റ്റ് ചെയ്യും എന്നൊക്കെ കേട്ടു. അപ്പം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വൺ സൈഡ് ഇത് ഒരു ഈസിയാണ്, ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ. ഒരു സൈഡ് ചിലപ്പോൾ അതിന് ഹെൽത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാവുമായിരിക്കാം. ബട്ട് വൺ സൈഡ് കുട്ടികൾക്കൊക്കെ ആക്ച്വലി അത് നന്നായിട്ട് യൂസ് ആവും. ആൻഡ് ലൈക്ക് ന്യൂലി മാരീഡ് ആയിട്ടുള്ള പിള്ളേർക്ക് കുക്കിങ്ങിനോടൊന്നും വലിയ പരിചയം ഉണ്ടാവില്ലല്ലോ. ആദ്യം ചെയ്തല്ലേ പിന്നെ നമ്മൾ പഠിക്കുന്നത്. എന്നെപ്പോലെ എനിക്ക് ഫസ്റ്റ് കുക്കിംഗ് പറയുമ്പോൾ ഇപ്പോഴും ഫസ്റ്റ് ഓർമ്മ വരിക, നമ്മളിവിടെ ഒരു പുട്ടുണ്ടാക്കിയത് ആദ്യം കല്യാണം കഴിഞ്ഞിട്ട് പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞു നമ്മളെ ദുബായ് വന്നതിന് ശേഷം. പുട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഈസി അല്ലേ, ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ പുട്ട്. മാവ് കുഴയ്ക്കുന്നു, കുറ്റിയിലിടുന്നു, സംഭവം ടപ്പടപ്പേൻ റെഡിയാണല്ലോ നമ്മൾ കാണുമ്പോൾ. പക്ഷേ ആ മാവ് കുഴയ്ക്കുന്നതിന് മിക്സ് ചെയ്യുന്നതിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ട് വാട്ടറിൻ്റെ, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. ഞാൻ പുട്ട് കുഴച്ച് എല്ലാം മിക്സ് ചെയ്ത് വെച്ച് കുറ്റിയിലിട്ടാലും ഇത് തിരിച്ചു വരുമ്പോൾ അതേപോലെ പൊടി പോലെ പുറത്ത് വരുന്നു. ആദ്യത്തെ കുറ്റി നോക്കി, രണ്ടാമത്തെ നോക്കി, അപ്പോഴും വെള്ളത്തിൻ്റെ കാര്യം അറിയുന്നില്ല. ലാസ്റ്റ് ആ പൊടി എടുത്തിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ചേട്ടൻ്റെ കസിൻ വന്നിട്ട് എഴുത്തിയമ്മനോട് ചോദിച്ചു ഇതെന്താണ്. അപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത്, ഇതിലെ വാട്ടറിൻ്റെ കണ്ടൻറ്റ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന്. അങ്ങനെ അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ തമാശയാണ്. അപ്പം അതുപോലെ നമ്മളെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞൊക്കെ പോകുമ്പോഴേ ഫസ്റ്റ് എല്ലാവരും ഇപ്പം ഇങ്ങനത്തെ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ പറ്റും. അപ്പം അതിൽ നിന്നൊക്കെ നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഈസിയാണ്, എല്ലാവർക്കും നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്ക് റെഫർ ചെയ്ത് കുക്ക് ചെയ്താൽ മതിയല്ലോ. അത് റെഫർ ചെയ്യാനുള്ളൊരു ടൈം കണ്ടെത്തിയാൽ മതിയല്ലേ. ഇനി നമ്മളിതിനകത്ത് ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇടാം കേട്ടോ. ആക്ച്വലി അത് സ്പൈസി ആയിട്ടുള്ള ഇതല്ല, അതിനകത്ത് ഫുള്ള് റെഡ് കളറായിരുന്നു കേട്ടോ, വെറും റെഡ് കളർ. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം മല്ലിപ്പൊടി ഒന്നും ഇട്ടിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടല്ലേ, മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കാശ്മീരി ചില്ലി ആട്ടോ ഞാൻ ഇടുന്നത്. ഓൾറെഡി നമ്മൾ നന്നായിട്ട് മുളക് അരിഞ്ഞിട്ടിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം സ്പൈസി ആയിരിക്കും. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെ, ഇപ്പം വരാതെ. അപ്പോൾ ഇനി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അതാണ് നന്നായിട്ട് ഇടാൻ പോണത്. കാരണം നമ്മുടെ കറി ഇങ്ങനെ റെഡ് കളറിൽ കാണും. ഓക്കെ, മുളക് കറി. ഓക്കെ, അത് നന്നായി മിക്സായതിന് ശേഷം നമ്മൾക്ക് ഇനി നമ്മളുടെ കുറച്ച് ഗരം മസാലയും ഒരു ഇച്ചിരി പെപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗരം മസാല ഇപ്പോഴും പറയണം, വീണ്ടും ഗരം മസാല നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണ്. 100% ഞാൻ എൻ്റെ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. ഇത് ഞാനും ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതാട്ടോ. ഏത് ചാനലാണെന്നൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല ആക്ച്വലി ഇപ്പം, പക്ഷെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടതായിരുന്നു. പക്ഷെ റിയലി നല്ല റെസിപ്പിയായിരുന്നു. അത് എല്ലാത്തിനും നമുക്ക് കോമൺ ആയിട്ട് യൂസ് ആവുന്നുണ്ട്. നമ്മൾ പറഞ്ഞ മാതിരി പേപ്പർ ഓക്കെ, ഒരിച്ചിരി നന്നായി മിക്സാക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിനകത്തേക്ക് കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. നോക്കാമല്ലോ നമ്മുടെ കാന്താരി ഇല്ലാത്ത കാന്താരി ചിക്കൻ എങ്ങനെയാണെന്നുള്ളത്. നന്നായി മിക്സ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ കാന്താരി കിട്ടുവാണെങ്കിൽ കാന്താരി ഇട്ട് നോക്കണം കേട്ടോ. എന്നുള്ളത് പക്ഷേ ഞാൻ ഇന്നലെ അല്ല 2 ദിവസം മുന്നേ കഴിച്ചപ്പം അതിനകത്ത് കാന്താരി ഉള്ളായിരുന്നു, പച്ചമുളക് ഉണ്ടായിരുന്നു,
പേര് കാന്താരി ചിക്കൻ എന്ന് പറയും. ഓക്കെ, പിന്നെ ഇതൊന്ന് നന്നായി മിക്സായില്ലേ. ഇനി അതിനെ നമുക്ക് നന്നായി എന്ത് ചെയ്യാം, ഡ്രൈ ആക്കിയെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഇതൊന്ന് അപ്പോൾ ഒന്ന് ഔട്ടറായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഓയിലിൽ കിടന്ന് സോട്ടായി കിട്ടുമല്ലോ. എന്നിട്ട് നമുക്കതിനെ ഗ്രേവി ആക്കി എടുക്കാം കേട്ടോ. ഓക്കെ, ഏകദേശം എല്ലാം നല്ല രീതിയിൽ മിക്സായിട്ടുണ്ട്. എൻ്റെ ലിറ്റിൽ ഷെഫ് അപ്പുക്കുട്ടനാണ് ചെയ്യേണ്ടത്. പിന്നെ അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇച്ചിരി ഫുഡ് കളർ ഇട്ടു കേട്ടോ. അതെന്താ വെച്ചാൽ വീഡിയോയിൽ കാണാൻ കുറച്ചുകൂടി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫുഡ് കളർ ഇട്ടു. നന്നായിട്ടില്ലേ കളറ്. ഇനി ഇത് നന്നായി കുക്കായിട്ട് വരണം. അടുത്തത് നമുക്ക് ആവശ്യമല്ല, നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം അല്ലെ, ചൂടുവെള്ളം. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കുക്കായി വരുന്നവരെ അടച്ചു വെക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ട് കുക്കായിക്കോട്ടെ. അപ്പോഴത്തേക്കും നമുക്കിതിന് കൂടെ കഴിക്കാനുള്ള പൊറോട്ട ചൂടാക്കിയെടുക്കാം അല്ലേ. ആക്ച്വലി പൊറോട്ട നമ്മൾ ഇവിടെ റെഡി ടു കുക്ക് വരില്ലേ, അങ്ങനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്ന പൊറോട്ട അല്ലേ, പാക്കറ്റിൽ വരും. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ കേട്ടോ. അതുവരയ്ക്കും ഇതവിടെ ആവട്ടെ. സൂപ്പറായിട്ടില്ലേ കാണാൻ. ഫോട്ടോ എടുത്തിരിക്കാം. ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാൻ വയ്ക്കാം. ഒന്ന് ചൂടാവട്ടെ. ചപ്പാത്തിയല്ല, സോറി, നമുക്കിനി പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി പാൻ വയ്ക്കാം. ഇവിടെ നമ്മളുടെ ചിക്കൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചുട്ടെടുക്കാം. നമ്മൾ റെഡി ടു കുക്കാണ് നമ്മൾ മേടിക്കണമെന്നുള്ളത്. അപ്പം നമുക്കതിനെ ചുട്ടെടുക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, 3 മണി കാണിച്ചു തരാം. നമ്മളതിലേക്കൊരു പൊറോട്ട ഇടാം. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. നമുക്കിവിടെ നമ്മൾ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ, നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാവേ. കളർ ഉണ്ടാവും. ഇതേ കളറായിരുന്നു കേട്ടോ ഒന്ന് ഗ്രേവിക്ക്. ടേസ്റ്റ് അത് ഉണ്ടാവുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഉണ്ടാവണം അല്ലേ, ഉള്ളത് എങ്ങോട്ട് പോവാണ് നോക്കാം. നമുക്ക് ഇങ്ങനെ ആവട്ടെ കേട്ടോ. ഇത് ഒന്നുകൂടി കുക്കായിക്കോട്ടെ. നമ്മുടെ ഫൈനൽ ചിക്കൻ കറിയുടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിൽ മാറ്റി സെർവ് ചെയ്യാം. കറി എങ്ങനെയുണ്ട് ചിക്കൻ കറി? ചിക്കൻ കറി സൂപ്പർ, നല്ല ടേസ്റ്റാ, അടിപൊളി ആണ്. പപ്പൂസ് അവിടെ ബോൺലെസ് പീസ് തിരഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. ഇനി എൻ്റെ അപ്പുൻ്റെ മുഖം കണ്ടോളൂ. ഇവിടുത്തെ റിമോട്ട് കാണാനില്ലാത്തത് കൊണ്ടാണ് ഇത്രയും ഹാപ്പി ആയിട്ട് ഫേസ് വെച്ചിരിക്കുന്ന അപ്പു.